SDPI ലീഗിലെ ചില MLA മാർ, PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയവർ ഉന്നയിച്ച മലപ്പുറം ജില്ലാ വിഭജനാവശ്യം ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കേരള യാത്രയിലും ആവശ്യമായി ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. രൂപീകരണത്തിൽ ഷെയ്ഖുന താജുലുലമായുടെ കയ്യൊപ്പ് കൂടിയുള്ള ജില്ലയുടെ വിഭജനത്തിൽ എന്തു നിലപാടാണുള്ളത്? മതപരമായ താൽപ്പര്യം ജില്ലാ വിഭജനാവശ്യത്തിലുണ്ടോ? മതപരമായ താല്പര്യമല്ലല്ലോ, രാജ്യത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ജില്ലയുടെയും നിലക്കുള്ള താല്പര്യം. ഇത് SDPI പറഞ്ഞാലും ലീഗ് പറഞ്ഞാലും PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞാലും കേരള യാത്രയിൽ AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞാലും കേരള മുസ്ലിം ജമാഅത്ത് പറഞ്ഞാലും കേരള സുന്നി ജമാഅത്ത് പറഞ്ഞാലും ഒക്കെ മലപ്പുറം ജില്ല വളരെ വിശാലമായൊരു ജില്ലയാകുന്നു എന്നും അതിനെ രണ്ടായി വിഭജിക്കാൻ മാത്രം ജനസംഖ്യ ഇവിടെ കൂടുതലുണ്ട് എന്നും വളരെ വിശാലമാണ് എന്നും ചിന്തിക്കുന്നവർക്കൊക്കെ അറിയാം. അത് പിന്നെന്താ പറയുന്നത് വെച്ചാൽ ജില്ല രൂപീകരിക്കുന്ന കാലത്ത് തന്നെ ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭമുണ്ടായിട്ടുണ്ട്. വർഗീയമായി ചിന്തിക്കുന്ന ആളുകളും മുസ്ലിം ശത്രുക്കളും ഇതിനെതിരെ നല്ലപോലെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ വിദ്വേഷം വെച്ച് പുലർത്തുന്നവരും ഇതിനെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൻ്റെ ന്യായാന്യായങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് പ്രഥമമായി തന്നെ നുസ്രത്തിൽ എഴുതാൻ 1-ാം ലക്കം മുതൽ തുടങ്ങിയിട്ടുള്ള ലേഖന വരമ്പായിരുന്നു മലപ്പുറം ജില്ല. പ്രഥമമായി തന്നെ, അതായത് 969 അന്ന് മുഴങ്ങുന്നുള്ളൂ, അംഗീകരിച്ചിട്ടില്ല. 969 നുസ്രത്തുൽ അനാൻ ജനുവരി മാസത്തിൽ പുറത്തിറങ്ങുമ്പോൾ 1-ാം ലക്കം മുതൽ തുടർച്ചയായിക്കൊണ്ട് ഷെയ്ഖുന താജുലുലമാ നുസ്രത്തിൻ്റെ പത്രാധിപർ എന്ന നിലയ്ക്ക് പേര് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ മലപ്പുറം ജില്ല എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നു. അതിനെ എതിർക്കുന്നവരുടെ ദുർന്യായങ്ങളും അവരുടെ വാദങ്ങളെ ശരിക്കും ഖണ്ഡിച്ചുകൊണ്ടും വളരെ കൃത്യമായ കണക്കുകൾ നിരത്തിക്കൊണ്ടും ജില്ലയെ രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത വിവരിച്ചുകൊണ്ടുള്ള വളരെ വിശദമായൊരു ലേഖനം ഇതുപോലെ ആരും എഴുതിയിട്ടില്ലെന്ന് വളരെ സത്യമായിരുന്നു. മർഹൂം ബാപ്പു കുരുക്കൾ, മന്ത്രി അഹമ്മദ് കുരുക്കൾ, ലീഗിൻ്റെ മന്ത്രിയായിരുന്ന, പഞ്ചായത്ത് മന്ത്രിയായിരുന്ന മർഹൂം അഹമ്മദ് കുരുക്കൾ അവർകൾ തൻ്റെ ഫയലിൽ സൂക്ഷിച്ചിരുന്നു ഈ ലേഖനങ്ങളുടെ നുസ്രത്തൊന്നും. ബഹുമാനപ്പെട്ട നമ്മുടെ രാമദൽ തങ്ങൾ ഒരിക്കൽ തിരുവനന്തപുരത്ത് അവരുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഇത് ഫയലിൽ കണ്ടപ്പോൾ ഇതിനെപ്പറ്റി ചോദിച്ചാണ്. തങ്ങൾ ആ പാർട്ടിയാണ്, ഷെയ്ഖുനാൻ്റെ ആൾ, അതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ഇതെങ്ങനെ കിട്ടി, ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഇത്ര രാഷ്ട്രീയ വിവരങ്ങളും ബോധവുമുള്ളൊരു മഹാപണ്ഡിതനാണ് അദ്ദേഹമെന്ന് ഞങ്ങളാരും കരുതിയില്ല. ഞങ്ങൾ കരുതിയത് ഫത്വയൊക്കെ കൊടുക്കുന്ന ഒരു വലിയ മുസ്ലിയാരാണ് എന്നാണ് മനസ്സിലാക്കിയത്. ഇതിൽ പറഞ്ഞ ചിന്തകളും ഇതിൽ പറഞ്ഞ ആശയങ്ങളുമെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് മന്ത്രി ബാപ്പു കുരുക്കൾ അവർ പറഞ്ഞത് എപ്പോഴും ബഹുമാനപ്പെട്ട മർഹൂം രാമദൽ തങ്ങൾ സ്മരിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ഒരു ലേഖനത്തിൽ അത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം, ലീഗിൻ്റെ പ്രധാന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്രദമായ ഒരു ലേഖനമായിരുന്നു, വിസ്താരമുള്ളൊരു വിവരണമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ മലപ്പുറം ജില്ല എന്ന ലേഖനങ്ങൾ. അപ്പോൾ ഷെയ്ഖുനാക്ക് അതിൽ പങ്കുണ്ട് എന്ന് ശരി തന്നെയാണ്. എതിരാളികൾ പറയുന്നത് അത് കേവലം ആളല്ല, കേളപ്പൻ്റെ, നമ്മളെ കേരള ഗാന്ധിയായിരുന്നു അദ്ദേഹം, ഗാന്ധിജിൻ്റെ കേരളത്തിലെ പതിപ്പായിരുന്നു കേളപ്പൻ. ആ കേളപ്പൻ്റെ ആ വാദത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉന്നയിക്കപ്പെട്ട എല്ലാ ദുർന്യായങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു അത്. അന്ന് മലപ്പുറം ജില്ല രൂപീകരിക്കണമെന്ന് പറഞ്ഞ അതേ മാതിരിൽ തന്നെ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറയുന്നു. യാഥാർത്ഥ്യമായാൽ വിഭജിക്കണം. ഇത് മലപ്പുറം ജില്ലക്ക് മാത്രം ബാധകമല്ല. അങ്ങനെ കേരളത്തിൽ ഒരുപാട് ജില്ലകളുണ്ട് വിശാലം. 1-2 ജില്ലയൊക്കെ അക്കറെ ഉപകാരം കിട്ടുന്നത്. ജില്ല വിശാലമായിരുന്നാൽ എന്താ അതിൻ്റെ അർത്ഥം? ജനസംഖ്യ കൂടിപ്പോയാൽ ആ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് വികസന പ്രവർത്തനങ്ങളും വികസനങ്ങളൊക്കെ നടക്കണമെങ്കിലും ഫണ്ടുകളൊക്കെ അനുവദിക്കണമെങ്കിലും ജില്ല വേറിട്ട് നിൽക്കുമ്പോൾ ജില്ല എന്നുള്ള നിലക്കുള്ള ഫണ്ടുകളൊക്കെ കിട്ടും, സൗകര്യങ്ങളും ഒക്കെ നേട്ടുണ്ട്. ആ അർത്ഥത്തിൽ ജില്ല വിഭജിക്കണം. അങ്ങനെ വിഭജിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ 14 ജില്ലകളൊന്നും മുമ്പില്ലല്ലോ, ഇത്രയോ ജില്ലകൾ കുറവല്ലേ. അങ്ങനെ ആവശ്യം വന്നാൽ ഏത് ജില്ലയാക്കാം. മതപരമായൊരു വിഷയം എന്താ അതിൽ? മലപ്പുറം എന്ന് പറഞ്ഞാൽ മണ്ണിങ്ങനെ എന്താ മതം? ജില്ലയിൽ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുണ്ട്, അതിൽ ശരിയാണ്. ഭൂരിപക്ഷം ഉണ്ട് എന്ന് കരുതിയിട്ട് ജില്ല ആവശ്യമാണെങ്കിൽ രൂപീകരിക്കുന്നതിന് എന്താ മോശം? ശക്തമായ ആവശ്യം തന്നെ ഇക്കാര്യത്തിൽ ഉന്നയിക്കണമെന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്ന അഭിപ്രായം. അത് കേരള മുസ്ലിം ജമാഅത്ത് നടത്തിയാലും മറ്റേതു രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയാലും ന്യായമായ ഒരാവശ്യമാണ്. അതിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ശ്രദ്ധ ചെലുത്തണം. അതൊരു ശക്തമായ ആവശ്യമായി മുന്നോട്ട് വന്നുകൊണ്ട് തന്നെ